പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, KPCCയുടെ പുതിയ പ്രസിഡന്റായി സണ്ണി ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള പേരാവൂരിൽ നിന്ന് 4 തവണ ജയിച്ച ഒരു MLA മാത്രമാണ്. സംസ്ഥാന കോൺഗ്രസ് പ്രവർത്തകരുടെ അണികളുടെ ഇടയിൽ പോലും വലിയ തോതിലൊരു പ്രശസ്തിയൊന്നുമില്ലാത്ത കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു MLA എന്നുള്ളതിനപ്പുറത്തേക്ക് സണ്ണി ജോസഫിന് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നുള്ളത് ഇതിനകം തന്നെ നമുക്ക് മനസ്സിലായതാണ്. സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും സണ്ണി ജോസഫ് ഒരു ക്രിസ്ത്യാനി എന്നതല്ല, അതിനപ്പുറത്ത് സണ്ണി ജോസഫ് ഒരു കത്തോലിക്കനാണ് എന്നുള്ളതും ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. അത് വ്യാപകമായ ചർച്ചയായതുകൊണ്ടാണ് താനൊരു കത്തോലിക്കനായതുകൊണ്ടല്ല തന്നെ ആക്കിയത്, കോൺഗ്രസ് പ്രവർത്തകരുടെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് തന്നെ ആക്കിയത് എന്ന് സണ്ണി ജോസഫ് പറയുകയുണ്ടായി. ആ പറഞ്ഞത് തന്നെ സണ്ണി ജോസഫിനെ ആക്കിയത് അദ്ദേഹം ഒരു കത്തോലിക്കനായതുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ കോൺഗ്രസിലെ സമുന്നത നേതാവായിട്ടുള്ള ശ്രീമൻ ബെന്നി ബെഹനാൻ. ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റ് ആക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റ് ആക്കിയില്ല? അപ്പോൾ സണ്ണി ജോസഫിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിന് തൊട്ട് മുമ്പിരുന്ന K സുധാകരനുമായോ, അതിനു മുമ്പിരുന്ന MM ഹസനുമായോ, അതിനു മുമ്പിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനുമായോ, അതിനു മുമ്പിരുന്ന VM സുധീരനുമായോ, അതിനു മുമ്പിരുന്ന രമേശ് ചെന്നിത്തലയുമായോ, അവരാരുമായി പോലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവല്ല സണ്ണി ജോസഫ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ ഒന്നും സ്റ്റേച്ചർ സണ്ണി ജോസഫിന് അവകാശപ്പെടാൻ കഴിയില്ല. സണ്ണി ജോസഫ് വരുന്നത് കോൺഗ്രസ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് എന്നുകൂടി നമ്മൾ ഓർത്തുകൊള്ളണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ഏറ്റവും കൂടുതൽ അപകടത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. 2 തവണ അധികാരത്തിന് പുറത്തു നിന്ന കോൺഗ്രസിന് അടുത്ത തവണ ജയിച്ചില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനെ പൊടി പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്താണ് വന്നത്. ആ വന്ന സമയത്ത് ആണ് സണ്ണി ജോസഫിനെ പോലൊരു മീഡിയോക്കർ നേതാവിനെ, അയാളുടെ സംഘടനാ പാഠവും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, സംഘടനയിലെ വലിയ പദവികളൊന്നും അദ്ദേഹം വഹിച്ചതായിട്ട് നമുക്കറിയില്ല. അദ്ദേഹം DCC പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട് കണ്ണൂർ, അതാണ് ആകെപ്പാട് അദ്ദേഹത്തിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ. എന്നാൽ അയാളുടെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനായി വന്ന് ഭവിച്ചത് അദ്ദേഹം ഒരു കത്തോലിക്കനായതുകൊണ്ടാണ് എന്നുള്ളത് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയിരിക്കും. ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കോൺഗ്രസിലെ അണികളിൽ ബഹുഭൂരിപക്ഷം പേരും ഇന്നുള്ളതിൽ വെച്ച് KPCC പ്രസിഡന്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ആൾ ബെന്നി ബെഹനാനാണ് എന്ന് അവരുടെ ഇടയിൽ സമവായമുണ്ടായി. കാരണം അദ്ദേഹം ഏറ്റവും തലമുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ പുറകിൽ പതിറ്റാണ്ടുകളോളം നിഴൽ പോലെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ബെന്നി ബെഹനാൻ എന്നുള്ളത് നമുക്കറിയാം. വളരെ സൗമ്യനാണ്, മിതഭാഷിയാണ് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും ഇന്ന് കോൺഗ്രസ് ക്രൂഷ്യലായിട്ടുള്ള 1-2 തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുമ്പോൾ KPCC പ്രസിഡന്റ് ആവാനായിട്ട് ഇന്നുള്ളവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ബെന്നി ബെഹനാനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ക്രിസ്ത്യൻ സമുദായാംഗത്തിനൊരു പരിഗണന കൊടുക്കണമായിരുന്നെങ്കിൽ, അങ്ങനെ പരിഗണന കൊടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആളായി പരിഗണിക്കേണ്ടിയിരുന്ന ആൾ ബെന്നി ബെഹനാനാണ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ടും ക്രിസ്ത്യൻ മതസമൂഹമായിട്ടും ഒക്കെ വളരെ ഊഷ്മളമായിട്ടുള്ള, അതേസമയം വളരെ ആഴത്തിലുമുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരാളാണ് ബെന്നി ബെഹനാൻ എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റ് ആക്കിയില്ല. അതിന് പകരമാണ് ഇപ്പോൾ സണ്ണി ജോസഫിനെ ആക്കിയിരിക്കുന്നത്. ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആകുമെന്നായിരുന്നു കോൺഗ്രസിലെ അണികളിൽ ബഹുഭൂരിപക്ഷം പേരും വിശ്വസിച്ചിരുന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. അണികൾ മാത്രമല്ല, നേതാക്കന്മാരുൾപ്പെടെ. കാരണം ബെന്നി ബെഹനാനെതിരെ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംഘടനാ പാഠമുള്ളതും അടിത്തട്ടിലെ പാർട്ടി അണികളുമൊക്കെയായി നേരിട്ട് ബന്ധമുള്ളതും ബെന്നി ആയിരുന്നു എന്നുള്ള കാര്യത്തിലും ആർക്കും യാതൊരു തർക്കവുമില്ല. എന്നിട്ടും ബെന്നി ബെഹനാനെ എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ്. സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബെന്നി ബെഹനാൻ്റെ 2 ന്യൂനതകൾ, അതായത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിൽ ബെന്നി ബെഹനാൻ ഉണ്ടായിട്ടുള്ള 2 നെഗറ്റീവ്സ്, ബെന്നി ബെഹനാനെ തിരിച്ചടി ഏൽക്കാനിടയായിട്ടുള്ള 2 കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ പരിഹാസ രൂപേണ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ പറയുന്നത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസിൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധം ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റായി പരിഗണിക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അടിത്തട്ടിലുള്ള നേതാക്കന്മാരുമായിട്ട് ആഴത്തിൽ ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളാവണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. എനിക്ക് കൃത്യമായിട്ടറിയാം ബെന്നി ബെഹനാൻ അവരുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായിട്ട് ഇന്നത്തെ കോൺഗ്രസിൽ
നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ അണികളുമായി ഏറ്റവും ആഴത്തിലുള്ള സുദൃഢമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ ബെന്നി ബെഹനാനാണ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ബെന്നി ബെഹനാൻ ഒപ്പം നിർത്താവുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ ബെന്നി ബെഹനാനും അതുപോലെ തന്നെയുള്ള ആഴത്തിലുള്ള ബന്ധം അണികളുമായിട്ടുണ്ട്. ആ അണികളുമായിട്ടുള്ള ബന്ധമാണ് ബെന്നി ബെഹനാന് വിനയായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്. ബെന്നി ബെഹനാൻ അത്രയും ആത്മബന്ധം അണികളുമായിട്ടുള്ളത് കൊണ്ടാണ് ഈ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം ബെന്നി ബെഹനാനെ പരിഗണിക്കാതിരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ബെന്നി ബെഹനാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അണികളുമായിട്ട് സുദൃഢമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ സണ്ണി ജോസഫിന് ആരെ എവിടെ എന്തറിയാൻ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ. സണ്ണി ജോസഫിന് കണ്ണൂരുള്ള കുറച്ച് പ്രവർത്തകരെ അറിയാൻ പറ്റും, കണ്ണൂരുള്ള കുറച്ച് അണികളെ ചിലപ്പോൾ സണ്ണി ജോസഫിന് അറിയാൻ പറ്റും. പക്ഷേ സണ്ണി ജോസഫിന് അതിന് പുറത്തേക്ക് ആരെ അറിയാമെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ബെന്നി ബെഹനാൻ ഏറ്റവും കൂടുതൽ ക്ഷീണമായത് എന്താണ്? അണികളുമായിട്ടുള്ള ആത്മബന്ധം, അണികളുമായി ആഴത്തിൽ ബന്ധമുള്ളതുകൊണ്ട് അതാണ് അയാളാക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? രണ്ടാമത് ബെന്നി ബെഹനാന് എതിരായിട്ട് വന്നൊരു കാരണം എന്താണെന്നറിയാമോ? മതമേലധ്യക്ഷന്മാരുമായും ക്രിസ്ത്യൻ മതസമൂഹത്തിലുള്ളവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം ബെന്നി ബെഹനാൻ ഉണ്ട് എന്നുള്ളത് ആണ്. പക്ഷേ ആ ബന്ധമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതസമൂഹമായിട്ടും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ബെന്നി ബെഹനാൻ പുലർത്തിയ ബന്ധം ആത്മബന്ധമായിരുന്നു, അല്ലാതെ പെട്ടി തൂക്കിയുള്ള ബന്ധമായിരുന്നില്ല. അതാണ് ബെന്നി ബെഹനാന് തിരിച്ചടിയായത്. ബെന്നി ബെഹനാൻ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ അരമനകൾ കയറി ഇറങ്ങാറുണ്ടായിരുന്നില്ല. ബെന്നി ബെഹനാൻ മതമേലധ്യക്ഷന്മാരെ കാണുമ്പോൾ മൂക്ക് മുട്ടയിൽ മുട്ടിക്കാറുണ്ടായിരുന്നില്ല. അതാണ് ബെന്നി ബെഹനാന് രണ്ടാമത് വന്ന ഒരു നെഗറ്റീവ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. മറ്റു പലർക്കൊക്കെ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊക്കെ ഉള്ള മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ മൂക്ക് മുട്ടയെ മുട്ടിച്ച് നിൽക്കുന്ന ബന്ധമാണ്. പക്ഷേ ബെന്നി ബെഹനാന്റെ ബന്ധം അതല്ല. ബെന്നി ബെഹനാന് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ട് ആഴത്തിലുള്ള ബന്ധം. എനിക്കറിയാം ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ മത്സരിക്കുമ്പോൾ ബെന്നി ബെഹനാനെ തോൽപ്പിക്കാൻ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഒരു വിഭാഗം ശ്രമിച്ചപ്പോൾ ക്രിസ്ത്യൻ മതസമുദായവും അച്ഛന്മാരും കന്യാസ്ത്രീകളും അവരൊക്കെ തന്നെ ബെന്നിക്ക് വേണ്ടി നിലകൊണ്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 2024 തെരഞ്ഞെടുപ്പിലും 2019 അതുണ്ടായിരുന്നു. അങ്ങനെയാണ് ചാലക്കുടിയിൽ 1,00,000-ലധികം വോട്ടിന് ബെന്നി ബെഹനാൻ അവിടെ ജയിച്ചത്. ക്രിസ്ത്യൻ മതസമൂഹത്തിന്റെ പിന്തുണയില്ലാതെ ബെന്നി ബെഹനാന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇത്രയും ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? പക്ഷേ ബെന്നി ബെഹനാൻ അവരുടെ ഒന്നും മൂട് താങ്ങാൻ പോകാറില്ലായിരുന്നു. അതാണ് ബെന്നി ബെഹനാന്റെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ടായ രണ്ടാമത്തെ തിരിച്ചടി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. എനിക്കറിയാം ബെന്നി ബെഹനാനെ എൻ്റെ പേര് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ പറയണമെന്ന് ഒന്നിലധികം മതമേലധ്യക്ഷന്മാർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളവർ എനിക്കറിയാം. പക്ഷേ അവരോടൊന്നും ബെന്നി ബെഹനാൻ തന്നെ ഒരു മതത്തിൻ്റെ പ്രതിനിധിയായി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് ബെന്നി ബെഹനാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ മതമേലധ്യക്ഷന്മാരോട് പറഞ്ഞതായിട്ടാണ് എൻ്റെ വിവരം. അതും ബെന്നി ബെഹനാൻ ഒരു ക്ഷീണമായി. കാരണം മറ്റു പലർക്കും വേണ്ടി മറ്റു പല ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും ചെന്നിട്ട് അവിടെ പറഞ്ഞപ്പോൾ ബെന്നി ബെഹനാന് വേണ്ടി ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷനും അവിടെ പോയി പറഞ്ഞില്ല. അത് പറയാതിരുന്നത് അങ്ങനെ പറയണ്ട എന്ന് ബെന്നി പറഞ്ഞതുകൊണ്ടാണ്. എനിക്കൊരു മതത്തിൻ്റെയും പ്രതിനിധിയായി KPCC പ്രസിഡന്റ് ആവണ്ട, അതായിരുന്നു ബെന്നി ബെഹനാന്റെ നിലപാട്. എനിക്ക് കോൺഗ്രസ് അണികളുടെ പിന്തുണയുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് ആയാൽ മതി, എനിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് യോജിക്കുന്ന ആളാണ് ഞാനെങ്കിൽ മാത്രം KPCC പ്രസിഡന്റ് ആയാൽ മതി എന്നുള്ളതായിരുന്നു ബെന്നി ബെഹനാന്റെ നിലപാട്. ആ നിലപാട് കൊണ്ടാണ് ഒരു ചർച്ചയുടെ സമയത്തും ബെന്നി ബെഹനാന്റെ പേര് വരാതിരുന്നത്. ഒരു തവണ മാത്രമാണ് വന്നത്. ഇതുപോലെ സമുദായ മേലധ്യക്ഷന്മാരുടെ കാല് പിടിക്കുന്നവരുടെയൊക്കെ പേരുകളാണ് ചർച്ചയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആവാതിരുന്നതിൻ്റെ രണ്ട് കാരണങ്ങളാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അണികളുമായിട്ടുള്ള ആത്മബന്ധം, അണികളുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം. അതുകൊണ്ട് ബെന്നി ബെഹനാന്റെ പേര് KC വേണുഗോപാൽ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചില്ല. കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണല്ലോ. KC വേണുഗോപാലെ പറഞ്ഞെടുത്ത് എഴുന്നേറ്റ് ഒപ്പിട്ട് കൊടുക്കലാണല്ലോ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പണി. അതുകൊണ്ടാണ് ഞാൻ കേന്ദ്ര നേതൃത്വം സമം KC വേണുഗോപാൽ എന്ന് പറഞ്ഞത്. രണ്ട്, മതമേലധ്യക്ഷന്മാരും മത സമൂഹമായിട്ടും ആഴത്തിലുള്ള ബന്ധം ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു മതമേലധ്യക്ഷനും ബെന്നി ബെഹനാന്റെ പേര് പറഞ്ഞില്ല. കാരണം ബെന്നി ബെഹനാൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് KPCC പ്രസിഡന്റായി ബെന്നി ബെഹനാൻ വരാതിരുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.